ക്ഷേത്രങ്ങളും മോസ്കുകളും മനുഷ്യന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശയുടെ നെയ്ത്തിരി നാളങ്ങളാണ് നമുക്ക് നൽകുന്നത്. അത്തരത്തിലേറെ പ്രശസ്തമായ ദൈവാലയങ്ങളെ പരിചയപ്പെടുത്തുന്ന ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ഒരുക്കുന്ന ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിതാവ് വിദ്യാഭ്യാസ സാമൂഹ്യ രംഗങ്ങളിൽ നടത്തിയ പരിഷ്കാരങ്ങളും അതേപോലെ അദ്ദേഹം കൊണ്ടുവന്ന നിർദ്ദേശങ്ങളുമൊക്കെ നമുക്കറിയാം. വിശുദ്ധ പദവിയിലേക്ക് എത്തപ്പെട്ട ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. സന്യാസ ജീവിതം അതേപോലെ തന്നെ സാമൂഹ്യ പരിഷ്കരണ മേഖലകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. അച്ചുകൂടങ്ങൾ സ്ഥാപിച്ച് നസ്രാണി ദീപികയ്ക്ക് തുടക്കം കുറിച്ചു. CMA സഭയുടെ സ്ഥാപകൻ, ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന ആശയം ഒക്കെ നടപ്പിലാക്കി 2014 വിശുദ്ധ പദവിയിലേക്ക് എത്തപ്പെട്ട വിശുദ്ധനായ ചാവറയച്ചൻ്റെ തിരുനാൾ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാന്നാനം ആശ്രമ ദൈവാലയത്തിൽ നടത്തപ്പെടുകയാണ്. ഈ ആഘോഷങ്ങളുടെ നേർക്കാഴ്ചകൾ, ധന്യ നിമിഷങ്ങൾ ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ദിവ്യദർശനം എന്ന പേരിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് സമർപ്പിക്കുകയാണ്. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ചും മാന്നാനം ആശ്രമ ദൈവാലയത്തിൻ്റെ തിരുനാളാഘോഷങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നത് മാന്നാനം ആശ്രമ ദൈവാലയത്തിൻ്റെ പ്രയോർ ഫാദർ കുര്യൻ ചാലങ്ങാടി CMA ആണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ദിവ്യദർശനം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. നമസ്കാരം. ചാവറയച്ചൻ്റെ മാന്നാനം പള്ളിയിലേക്ക് തിരുനാളിന് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ എത്തിയിരിക്കുക. 2025 ഡിസംബർ 26 മുതൽ 2026 ജനുവരി 3 വരെയാണ് ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങൾ. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ചാവറയച്ചൻ 1805 ജനിച്ച് 1871 വരെ ജീവിച്ചിരുന്ന ഒരു പുണ്യാത്മാവ്. അതുകൊണ്ട് 66 വർഷം ജീവിച്ചിരുന്നുകൊണ്ട് ഒത്തിരി നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഭാരത കത്തോലിക്ക സഭയ്ക്ക് അല്ലെങ്കിൽ ലോകത്തിനാകമാനം ചെയ്ത് കടന്നുപോയ ഒരു വിശുദ്ധാത്മാവ്. അദ്ദേഹത്തിൻ്റെ തിരുനാൾ ഘോഷിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ചെയ്ത പുണ്യപ്രവൃത്തികളെ നമ്മൾ ഏകദേശം ഒരു 9 ദിവസത്തോളം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആ വിശുദ്ധനെ പോലെ ആകാനുള്ള ശ്രമങ്ങളാണ്. തിരുനാളാഘോഷങ്ങളുടെ പൊരുളും ഉദ്ദേശവും അത് തന്നെയാണ്. ഒരു വിശുദ്ധനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വിശുദ്ധയെക്കുറിച്ച് അവർ ചെയ്ത പുണ്യപ്രവൃത്തികൾ നമ്മളൊന്ന് ധ്യാനിച്ചിട്ട് അവരെ പോകാനുള്ള ആ ശ്രമങ്ങൾ നമ്മൾ പരിശ്രമിക്കുന്നു. വിശുദ്ധ ചാവറയച്ചൻ ഭാരത കത്തോലിക്ക സഭയിലെ ആദ്യത്തെ വിശുദ്ധനാണ്, ആദ്യത്തെ പുരുഷ വിശുദ്ധനാണ്. അൽഫോൺസ് അതിന് മുമ്പുണ്ട്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഒരു ആധ്യാത്മിക നേതാവ്, സാമൂഹിക പരിഷ്കർത്താവ്, അന്നത്തെ സമൂഹത്തിൻ്റെ നേർക്കാഴ്ച അറിഞ്ഞെങ്കിലാണ് അദ്ദേഹം ചെയ്ത വെല്ലുവിളികൾ നിറഞ്ഞ പരിശുദ്ധ ജീവിതം നമ്മൾ തിരിച്ചറിയുക. മാന്നാനം പള്ളിയിലാണ് ഇത് ഘോഷിക്കുക. മാന്നാനം പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 33 വർഷക്കാലം ചാവറയച്ചൻ ജീവിച്ചിരുന്ന പള്ളിയാണ്. ചാവറയച്ചൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ഈ മാന്നാനം കുന്നിലായിരുന്നു. ഇവിടെയാണ് അദ്ദേഹം ഒത്തിരിയധികം സുന്ദരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. അദ്ദേഹം പള്ളിക്കൂടങ്ങൾ ആരംഭിക്കുന്നു, പ്രസ് ആരംഭിക്കുന്നു, നിരവധിയായിട്ടുള്ള പ്രാർത്ഥനാ രീതികൾ ആരംഭിക്കുന്നു, ഉച്ചക്കഞ്ഞി ആരംഭിക്കുന്നു. ഇതെല്ലാം ചാവറയച്ചൻ ഒന്നിനു പിറകെ ഒന്നായിട്ട് ചെയ്തു പോയ വിശുദ്ധ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും തന്നെയാണ്. ജീവിച്ചിരുന്ന കാലം 66 വർഷമാണ് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര കൃത്യമായിട്ട് ചെയ്യുന്ന ആ വിശുദ്ധൻ്റെ ആരോഗ്യവും പ്രശ്നങ്ങളൊക്കെ, ഒത്തിരിയധികം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവയുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നു. വിശുദ്ധ ചാവറയച്ചൻ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ ഊർജ്ജം അന്വേഷിച്ച് കഴിഞ്ഞാൽ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചാവറയച്ചൻ്റെ ചിത്രങ്ങൾ കണ്ട, കാഴ്ചകൾ കണ്ട പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിലൂടെ ആരോഗ്യം സംഭരിച്ചിട്ട് ആ എനർജി, ഊർജ്ജം മുഴുവൻ മറ്റു മക്കൾക്ക് വേണ്ടി പകർന്നു കൊടുത്ത വിശുദ്ധൻ. അപ്പോൾ പ്രാർത്ഥനയിലൂടെ ആരോഗ്യം കണ്ടെത്തി
ആ ആരോഗ്യം പ്രവർത്തനങ്ങളാക്കി തൻ്റെ ചുറ്റുമുള്ളവർക്ക് പകർന്നു കൊടുത്ത വിശുദ്ധാത്മാവ്. നമ്മൾ ഈ തിരുനാൾ ഘോഷിക്കുമ്പോൾ മാന്നാനംകുന്നിലേക്ക് വരിക, ചാവറയച്ചനെക്കുറിച്ച് ധ്യാനിക്കുക. ചാവറയച്ചൻ്റെ മുറിയും ചാവറയച്ചൻ ഉപയോഗിച്ചിരുന്ന കട്ടിലും ചാവറയച്ചൻ ഉപയോഗിച്ചിരുന്ന കസേരയും ചാവറയച്ചന് ഒത്തിരിയധികം ഊർജം കൊടുത്തിരുന്ന അദ്ദേഹം മുറിയിൽ സൂക്ഷിച്ചിരുന്ന തിരുക്കുടുംബത്തിൻ്റെ ചിത്രവും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വള്ളവും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത പ്രസ്സും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കാളവണ്ടിയും അങ്ങനെ എല്ലാ സാധനങ്ങളും തിരുശേഷിപ്പുകളായിട്ട് അദ്ദേഹത്തിൻ്റെ കബറിടം ഉറപ്പായിട്ടും ഇന്നും അതേപടി നമ്മൾ നിലനിർത്തുന്നുണ്ട്. ഇന്നും ആയിരങ്ങൾ ഈ കല്ലറയെങ്കിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹങ്ങൾ തേടുന്നു. എല്ലാ ശനിയാഴ്ചകളിലും വിശുദ്ധ ചാവറയച്ചൻ്റെ നൊവേനയുടെ ദിവസമായിട്ട് കൊണ്ടാടുമ്പോൾ ഒത്തിരി അധികം ആൾക്കാരാണ് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള തിരുക്കർമ്മങ്ങളൊക്കെ പങ്കെടുക്കാനെത്തുക. അവർക്ക് കിട്ടിയ അത്ഭുതങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സാക്ഷ്യവും ഇവിടെ വേണം. അതുകൊണ്ട് ചാവറയച്ചൻ്റെ സന്നിധിയിലേക്ക് വരിക. തിരുനാൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2025 ഡിസംബർ 26 മുതൽ ജനുവരി 3 വരെ 2026 ജനുവരി 3 വരെ നടത്തപ്പെടുമ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ വിശുദ്ധ ബലികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അഭിമന്യ പിതാക്കന്മാർ വരുന്നുണ്ട്. പല സഭകളിൽ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾ വരുന്നുണ്ട്. മറ്റു വിശുദ്ധ വൈദികരുമെന്ന് കുർബാന അർപ്പിക്കുമ്പോൾ കുർബാനയിൽ നിങ്ങൾ പങ്കെടുക്കുക. അതിനുശേഷമുള്ള നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. പിന്നീട് ഇച്ചിരി കൂടി താളമേളങ്ങളൊക്കെ ആക്കുവാനായിട്ട് ഒത്തിരിയധികം പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുള്ളതുകൊണ്ട് ദേവാലയത്തിലേക്ക് വരിക. ഈ സുന്ദരമായിട്ടുള്ള വിശുദ്ധ സ്ഥലത്തിൻ്റെ വിശുദ്ധി അനുഭവിച്ചറിയാനായിട്ട് ഈ തിരുനാളുകൾ കാരണമാകണം. ഒരുപക്ഷെ താഴെ നിന്ന് 205ഓളം സ്റ്റെപ്പുകൾ ഇങ്ങനെ ചവിട്ടി പ്രാർത്ഥനാപൂർവം കടന്നു വരുമ്പോൾ ഈ കുന്നിൻ്റെ മുകളിൽ എത്തുമ്പോഴത്തേക്ക് മറ്റ് സുന്ദരമായിട്ടുള്ളൊരു അനുഭവമാണ്. ഒരു പുതിയ ആംബിയൻസ്, വിശുദ്ധിയുടെ ആംബിയൻസ് അത് നിങ്ങൾക്ക് അനുഭവിച്ചതിന് അറിയാനാകും. ഇവിടെ നിന്ന് പടിഞ്ഞാറേക്ക് നോക്കിയാൽ അങ്ങ് അറ്റത്തുള്ള അറബിക്കടൽ വരെ കാണാനാകും. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള സ്ഥലം. ഈ കുന്നിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തോന്നും, എനിക്കുറപ്പാണ്. ചാവറയച്ചൻ്റെ സാന്നിധ്യത്തിൽ വിശുദ്ധ കർമ്മങ്ങൾ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വിശുദ്ധിയുടെ ശബ്ദത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സ്വകീയമായിട്ടുള്ള അനുഭൂതി ഉണ്ടാക്കാനായിട്ട് ഈ തിരുനാൾ ദിവസങ്ങൾ കാരണമാകും. ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും മാന്നാനം കുന്നിൻ്റെ മുകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ തിരുനാളിൻ്റെ ദിവസങ്ങൾ തുടർച്ചയായിട്ട് വരിക. ഇത് ഏറ്റവും വിശുദ്ധിയുടെ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളായിട്ട് ഈ ദിവസങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ നവോദയ നായകൻ. ആ ശബ്ദത്തിന്റെ മറുശബ്ദമായ ആദ്യ രഥത്തിന്റെ മറുരഥമായ നമ്മളുടെ ഇടയിൽ ജീവിച്ചു മറന്ന കാലത്തിന്റെ ചിലാക്കൂറിയാറിന ചാവറയച്ചന്റെ മുമ്പിൽ പ്രണാമം. ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും
2025 ഡിസംബർ 26 മുതൽ 2026 ജനുവരി 3 വരെ നടക്കുന്ന ചാവറ പിതാവിൻ്റെ തിരുനാളിനുള്ള എല്ലാവിധ ആശംസകൾക്കും എല്ലാവർക്കും നേരുകയാണ്. മാന്നാനം ആശ്രമത്തിൻ്റെയും അതിനുചുറ്റുപാടുമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നത് ചാവറ പിതാവിൽ നിന്നാണ്, എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് ഞങ്ങളുടെ ഈ സെൻറ്റ് ജോസഫ് പ്രോവിൻസിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട ചാവറ പിതാവിൻ്റെ പേരിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട കോളേജാണ് കുര്യാക്കോസ് ഏലിയാസ് കോളേജ് മാന്നാനം എന്നുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ കോളേജിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷിച്ചു. 1964 ഈ കോളേജ് സ്ഥാപിതമാകുന്നത്. ചാവറ പിതാവിൻ്റെ പേരിൽ പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ട ഈ കോളേജ് പിതാവിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുകയാണ്. ഈ നാട്ടിലും ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് പിതാവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. മാന്നാനം ആശ്രമത്തിൻ്റെ കീഴിലുള്ള ഈ സ്ഥാപനം ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഉന്നത വിദ്യാഭ്യാസം നൽകുവാനും അതിലൂടെ ആളുകൾക്ക് അവരുടെ ചിന്താഗതികൾ വളർത്തുവാനും നന്മയുടെ വശങ്ങൾ തിരഞ്ഞെടുക്കുവാനും ജീവിതത്തിൽ പടികൾ കടന്ന് ഉന്നതത്തിലെത്തുവാനും നല്ല ജീവിത സാഹചര്യങ്ങളെ സൃഷ്ടിക്കുവാനും ഉദ്ദേശത്തോടെയാണ് ഈ കോളേജ് സ്ഥാപിതമായിട്ടുള്ളത്. ഇന്ന് നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പാസ്സായി പോയിട്ടുണ്ട്. അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ വളരെ ബൃഹത്തായ നേട്ടങ്ങളാണ് അവരിൽ നിന്നും കേൾക്കാൻ സാധിച്ചത്. അത് അവരുടെ പ്രിയപ്പെട്ട അമ്മയായ കുര്യാക്കോസ് ഏലിയാസ് കോളേജിൻ്റെ മഹത്വം ഇരട്ടിപ്പിക്കുകയും ഒത്തിരി വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. ഒത്തിരി പ്രഗത്ഭരായ ആളുകൾ ഇവിടുന്ന് വിദ്യാഭ്യാസം നൽകി പോയിട്ടുണ്ട്. ഇപ്പോൾ ബംഗാളിൻ്റെ ഗവർണറായിരിക്കുന്ന ഗവർണർ ഇവിടുന്നും ഈ കോളേജിലെ ഒരു സ്റ്റുഡൻ്റാണ്. അതുപോലെ പല IPS മേഖലകളിലൊക്കെ സേവനം ചെയ്യുന്നവരും എൻജിനീയർമാരായിട്ടും വിദേശങ്ങളിൽ ഡോക്ടർമാരായിട്ടൊക്കെ ഒത്തിരി ആളുകൾ ഇവിടുത്തെ അലൂമിനസായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനമുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു അലൂമിനി ഗ്യാതറിങ് കൂടിയപ്പോൾ 1600ഓളം പഴയ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് വലിയൊരു സംഗമം നടത്തിയിരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ കോളേജ് ഒത്തിരി ഉന്നതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, തുടർന്ന് പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. വളരെ അഭിമാനത്തോടെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. ഞങ്ങളുടെ വിദ്യാഭ്യാസം വളരെ നല്ല രീതിയിൽ ശ്ലാഘനീയമായ രീതിയിൽ തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ തിരുനാളിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മാന്നാനത്തെ ആശ്രമത്തിൻ്റെ അധിപനായിട്ടുള്ള ബഹുമാനപ്പെട്ട കുര്യൻ ചാലങ്ങാടിയച്ഛനാണ് ഈ കോളേജിൻ്റെ മാനേജർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക പരിലാളനയിൽ തന്നെയാണ് ഈ കോളേജ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും വേണ്ട സഹകരണവും സഹായവും മാന്നാനം ആശ്രമം ചെയ്തു തരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് എന്നും അഭിമാനത്തോടെ പറയാൻ സാധിക്കും. അങ്ങനെ മാന്നാനം ആശ്രമത്തിൻ്റെ കീഴിൽ ശക്തമായ മുന്നേറ്റത്തോടെ കുര്യാക്കോസ് ഏലിയാസ് കോളേജ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കുര്യാക്കോസ് ഏലിയാസ് പിതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. കുര്യാക്കോസ് ഏലിയാസ് കോളേജിനോട് ചേർന്നുകൊണ്ട് ഒരുമയോടെ നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാം. എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ കോളേജിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫാദർ റെന്നി കളത്തിൽ CMI, മാന്നാനം വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറേഴ്സിനാണ്. ഇപ്പോൾ 2025 ഡിസംബർ 26 മുതൽ ജനുവരി 3 വരെ ഉള്ള തിരുനാളിൻ്റെ തുടക്കം കുറിക്കലിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണല്ലോ. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ മാന്നാനം കുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഭാരതത്തിലെ ആദ്യത്തെ ഒരു വിശുദ്ധനാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. വിശുദ്ധന്മാരെക്കുറിച്ച് പറഞ്ഞു കേട്ടിരിക്കുന്നത് കാലത്തിൻ്റെ പൂർണിമയിൽ വന്നിരിക്കുന്ന വിളക്കുമരങ്ങളാണ് വിശുദ്ധരെന്നാണ് പറയുക, അല്ലെ മഹാന്മാർ. ആ വിളക്കുമരങ്ങൾ നമുക്കറിയാം. വിളക്കുമരങ്ങൾ പ്രകാശം പരത്തും. കേരളത്തെയും ഭാരതത്തെയും അല്ലെ ലോകം മുഴുവനും പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. ആ പ്രകാശത്തിൻ്റെ കീഴിലേക്ക് ഒത്തിരിയേറെ പേര് കടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുനാൾ അവസരം അങ്ങനെ കടന്നു വരുന്ന ഒരു സുവർണ നിമിഷമാണല്ലോ.
നമ്മൾ ഒക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരാണ്. ഈ വിശുദ്ധന്മാരുടെ മരണദിവസമാണ് ശരിക്കും തിരുനാളായിട്ട് നടത്തുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഈ ഭൂമിയിൽ മരിക്കുമ്പോൾ സ്വർഗത്തിൽ ജനിക്കുകയാണെന്നാണ് പറയുക. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ വിശുദ്ധന്മാർ മരിക്കുന്ന ദിവസം സ്വർഗത്തിൽ ജനിക്കുന്നത് കൊണ്ട് ആ മരണ ദിവസമാണ് തിരുനാളായിട്ട് നടത്തുന്നത്. ജനുവരി 3-ാം തീയതിയാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ മരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ഈ മാന്നാനത്ത് അല്ലെങ്കിൽ ലോകം മുഴുവനും ആഘോഷിക്കുന്നത് ജനുവരി 3-ാം തീയതിയാണ്. മാന്നാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധൻ്റെ അടുക്കലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും ഇപ്പോൾ മരണശേഷവും സ്വർഗത്തിൽ നിന്നുകൊണ്ട് ധാരാളം പ്രഭ പൊഴിക്കുകയും ഒത്തിരി അനുഗ്രഹങ്ങൾ വാരിക്കോരി ചെരിയുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും ഒരിക്കലെങ്കിലും ഇവിടെ കടന്നു വന്ന് ഈ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയാണെങ്കിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ ഇവിടെ കടന്നു വന്ന് ഈ പ്രകൃതി മനോഹരമായ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പങ്കെടുക്കാം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു മൂർധന്യത്തിൽ നിൽക്കുന്ന അവസരമാണല്ലോ തിരുനാളുകൾ എന്ന് പറയുന്നത്. തിരുനാളെന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ വായിച്ചത് പണ്ടൊക്കെ രാജാക്കന്മാർ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദിവസങ്ങളായിരുന്നു തിരുനാൾ എന്നാണ് പറയുന്നത്. അപ്പം വിശുദ്ധനായിട്ടുള്ള ചാവറ കുര്യാക്കോസ് ഏലിയാസിൻ്റെ തിരുനാളെന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണ്. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ അനുഗ്രഹപ്രദമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പൂജാർപ്പണം, വിശുദ്ധ ബലി ഈ ദേവാലയത്തിൽ, പ്രത്യേകിച്ച് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസിൻ്റെ കബറിടമുള്ള ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനകൾ, ബിഷപ്പുമാർ, അച്ഛന്മാർ ഇങ്ങനെ പലരും വന്ന് ബലി അർപ്പിക്കുന്നുണ്ട്. ആ ബലിയിൽ പങ്കെടുക്കുക നിയോഗങ്ങളോടുകൂടി. ഇവിടെ തന്നെ ചാവറ ഓഫീസുണ്ട്. ഓഫീസിൽ വന്ന് പണമടച്ച് നിയോഗം സമർപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിട്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്താറുണ്ട്. അതോടൊപ്പം തന്നെ നൊവേനകൾ ചെല്ലുന്നു. നൊവേന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, 9 ദിവസം പ്രാർത്ഥിക്കുക. അതായത് 9 ശനിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. എല്ലാ ശനിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട്. അതുപോലെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന രീതി, ഇങ്ങനെ പല തലങ്ങളിലുള്ള പ്രാർത്ഥനകൾ ഇവിടെ നടത്തപ്പെടുന്നു. ഈ തിരുനാളിൻ്റെ അവസരത്തിൽ ഒത്തിരി ആഘോഷങ്ങൾ, അല്ലെങ്കിൽ ചെണ്ടമേളമുണ്ട്, അല്ലെങ്കിൽ കുറേ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമുക്കറിയാം ആത്മീയത മാത്രമാണ് കൂടുതൽ നിലനിൽക്കുന്നത്. ഇതെല്ലാം നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒത്തിരി സന്തോഷമൊക്കെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ആ പ്രധാന സത്ത വിട്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് ഭയങ്കരമായ ഒരു ശാന്തതയുള്ളൊരു സ്ഥലമാണ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ കുന്നിൻ്റെ മുകളിൽ ഇരുന്ന് ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വലിയ അനുഗ്രഹമാണ്. ഇവിടെ കടന്നു വരുന്ന പലരും പറയാറുണ്ട്, ഈ മണ്ണിക്കൂടെ ഈ വിശുദ്ധൻ നടന്നുപോയി മണ്ണിക്കൂടെ ചവിട്ടി ഒന്ന് ഇവിടെ വന്നൊരു ഈ നാട്ടുകാരൊരു ചേട്ടൻ പറയാറുണ്ട്, ഞാൻ എവിടെ പോകുന്നതിന് മുമ്പ് ഈ മണ്ണിലൊന്ന് ചവിട്ടിയിട്ടേ ഞാനൊന്ന് പോവുള്ളൂ, അപ്പോൾ പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹപ്രദമായിട്ട് നടക്കുമെന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ ഈ തിരുനാൾ അവസരങ്ങളിലൊക്കെ നിങ്ങൾ ചുമ്മാ ഇവിടെ നിന്ന് കടന്നു വന്ന് ഇതൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് ചവിട്ടി പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ അതിൻ്റെ അനുഗ്രഹം ലഭിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി നേർച്ച പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും പിടിയേരി നേർച്ച ഊണെന്ന് പറയുന്നത് ജനുവരി 3-ാം തീയതി നടക്കുന്നുണ്ട്. ധാരാളം പേര് വന്ന് 10,000-കണക്കിന് ആൾക്കാർ വന്ന് അതിൽ പങ്കെടുക്കുന്ന പിടിയേരി ഊട്ട നേർച്ച. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് ജീവിച്ചിരുന്ന കാലത്ത് സ്കൂളിലെ കുട്ടികൾക്ക്, അവർക്ക് നമുക്കറിയാം അന്ന് ഉച്ചക്കഞ്ഞൊന്നും തുടങ്ങിയിട്ടില്ല, കേരളത്തിൽ നിന്ന് തുടങ്ങാത്തൊരു സമയമാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിലൊന്നും വരാൻ മടി, കാരണം പട്ടിണിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഉച്ചഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പേരിലെങ്കിലും വന്ന് സ്കൂളിൽ വന്ന് പഠിക്കാനൊരു താല്പര്യം ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ അരി കണ്ടെത്തിയത്? അദ്ദേഹം പള്ളികളിലെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും ചോറിന് വേണ്ടി അരി തിളപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പിടി അരിയെടുത്ത് മാറ്റി വെച്ച് വേറൊരു പാത്രത്തിൽ വെക്കുക. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചോറ് വെച്ചോളാൻ പറയുകയാണ്. എന്നിട്ട് ഈ ഒരു പിടി അരി മാസാവസാനം കളക്ട് ചെയ്ത് അതുപയോഗിച്ചായിരുന്നു ഉച്ചക്കഞ്ഞി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നതെന്നാണ് പറയുക. ഇതിൻ്റെ ഒരു ചാവറയച്ചൻ, ആ വിശുദ്ധൻ തന്നെ തുടങ്ങിയൊരു സംഭവമായിട്ട് ഈ പിടിയേരി ഊണ് നേർച്ച ജനുവരി 3-ന് നടക്കുന്നു. അതോടൊപ്പം എല്ലാ ശനിയാഴ്ച ഇത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു സ്റ്റാളിനും 20 രൂപ മുടക്കി ഈ ഒരു പിടിയേരി മേടിച്ചുകൊണ്ട് അവിടെ ഒരു രൂപം വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വെച്ചുകൊണ്ട് നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നു. ഇങ്ങനെ ഒത്തിരി അത്ഭുതകരമായ കാര്യങ്ങൾ, അത് നിങ്ങളത് അനുഭവിച്ചാൽ മാത്രമേ
അത് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് തിരുനാളിൻ്റെ അവസരങ്ങളിലൊക്കെ വന്ന് അങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ വിശുദ്ധ ചാവറയച്ചൻ ജനിച്ചത് കൈനഗിരിലാണെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ പരിചയം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ അമ്മ വെച്ചൂരെന്ന് പറയുന്ന ഒരു പള്ളിയിൽ കൊണ്ട് അടിമ വെച്ച ഒരു രീതിയുണ്ട്. ഇതുപോലെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന് അടിമ വെക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഇവിടെ എല്ലാ വർഷവും വന്ന് കുട്ടികളെ അടിമ വെച്ച് പ്രാർത്ഥിപ്പിക്കുന്ന, അതെന്ന് വെച്ചാൽ അടിമ വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അടിമയാക്കുക എന്നുള്ളതൊന്നും അല്ല. അത് ശരിക്കും പറഞ്ഞാൽ മാതാവിന് സമർപ്പിക്കുന്ന, അല്ലെങ്കിൽ വിധേയനാക്കുന്ന, അനുഗ്രഹം കിട്ടാൻ വേണ്ടി. ഇതുപോലെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനെ അടിമ സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം ലഭിക്കാനായിട്ട് പ്രാർത്ഥന കിട്ടുന്ന ഒരവസരം. ഇങ്ങനെ ധാരാളം സന്തോഷത്തിൻ്റെ മുഹൂർത്തങ്ങളെ, അനുഗ്രഹത്തിൻ്റെ മുഹൂർത്തങ്ങളെ, സമാധാനം ലഭിക്കുന്ന മുഹൂർത്തങ്ങളെ, പ്രത്യേകിച്ച് എല്ലാ ശനിയാഴ്ച ഇവിടെ 5 കുർബാനയും നിയോഗം വെച്ചുള്ള നൊവേനകളും നടക്കുന്നുണ്ട്. ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത, അനുഗ്രഹം നമുക്ക് തിരിച്ചറിയണം. നിങ്ങൾ കടന്നു വരണം, ഈ തിരുനാൾ നിങ്ങൾ അനുഭവിക്കണം, ഒത്തിരി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ചുറ്റുമുള്ള ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യരില്ല, അവരോടൊക്കെ നിങ്ങൾ പറയണം. നിങ്ങൾ പോയി അവിടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും, കാരണം വിശുദ്ധ ചാവറയച്ചൻ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും സഹിഷ്ണുത പുലർത്തിയ വിശുദ്ധനാണ്. അദ്ദേഹം മരണശേഷവും എല്ലാവർക്കും ധാരാളം അതിശക്തിയിലൂടെ അനുഗ്രഹം, ദൈവത്തിൻ്റെ ശക്തി പിടിച്ചെടുത്ത് നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തിരുനാൾ അവസരങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ധാരാളം സന്തോഷം വന്ന് നിറയട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിളക്കമാടങ്ങൾ, ആ പ്രകാശം ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. അതോടൊപ്പം തന്നെ ഇവിടെ കടന്നു വന്നുകൊണ്ട് ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നിങ്ങളെ എല്ലാവരെയും ഒത്തിരി സ്നേഹപൂർവ്വം ഞാൻ ഈ മാന്നാനം കുന്നിലേക്ക് ഒത്തിരി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാന്നാനം വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിതാവിൻ്റെ തിരുനാളിന് തിരുക്കൊച്ചി ഫൈനാൻഷ്യൽ സർവീസിൻ്റെ എല്ലാ പ്രാർത്ഥന ആശംസകളും. വിശുദ്ധ ചാവറ പിതാവ്, അദ്ദേഹം മനുഷ്യനും അതേപോലെ സമൂഹത്തിനും ചെയ്ത സേവനങ്ങളെക്കുറിച്ചും ആ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മളോട് അനുസ്മരിക്കുന്നത് പ്രൊവിൻഷ്യൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ കേക്ക് സ്കൂളിൻ്റെ പ്രിൻസിപ്പളുമായ ബഹുമാന്യനായ റവറൻഡ് ഫാദർ ജെയിംസ് മുല്ലശ്ശേരി CMI. കേരളത്തിൻ്റെ സാക്ഷരതയെപ്പറ്റി നമുക്ക് അഭിമാനം കൊള്ളുന്നുണ്ട്. നമുക്കറിയാം ഈ സാക്ഷരതയുടെ പിന്നിലുള്ള ചരിത്രം. അത് നമ്മുടെ ഈ നാട്ടിൽ വന്ന് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയ ക്രിസ്ത്യൻ മിഷണറിമാർ, അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ചാവറയച്ചൻ 1846 മാന്നാനത്ത് സ്ഥാപിച്ചൊരു സംസ്കൃത സ്കൂൾ. ഒരു വലിയ വിപ്ലവമാണത്. കാരണം ഇവിടെ വിദ്യ അഭ്യസിക്കാൻ താഴ്ന്ന ജാതിക്കാരന് അനുവാദമില്ലായിരുന്നൊരു കാലഘട്ടത്തിലാണ് ചാവറയച്ചൻ ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് മാന്നാനത്ത്. 1846 ഞാൻ പറഞ്ഞു. ഈ സംസ്കൃത സ്കൂളിലേക്ക് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ, ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ ഉള്ള പരിഗണന ഇല്ലാതെ എല്ലാവരെയും ഒന്നിച്ചിരുത്തി അക്ഷരം പകർന്നു കൊടുക്കുക എന്നുള്ള വലിയൊരു വിപ്ലവം. അവിടെ നിന്നാണ് കേരളത്തിൻ്റെ സാക്ഷരതയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെടുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ തുടക്കം മാന്നാനത്ത് വിശുദ്ധ ചാവറ പിതാവ് സ്ഥാപിച്ച ഈ ഒരു സംസ്കൃത സ്കൂളിൽ നിന്നാണ് എന്ന് പറയുമ്പം നമുക്കറിയാം എത്രമാത്രം അതിന് ഒരു ആഴമുണ്ട്. വിശുദ്ധ ചാവറ പിതാവ് ഒരു സ്കൂൾ സ്ഥാപിക്കുക മാത്രമല്ല ചെയ്തത്. ആ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക, കുട്ടികൾ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക, ആ കുട്ടികൾ വരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അവർ വരുന്നില്ല. അങ്ങനെ ചാവറയച്ചൻ കണ്ടുപിടിച്ചു, വീട്ടിൽ ആഹാരമില്ല, കഞ്ഞി കുടിക്കാനായിട്ട് അവർക്കൊന്നുമില്ല. ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് പോയെങ്കിൽ മാത്രമേ അവരുടെ വീട്ടിലന്ന് കഞ്ഞിക്കലത്തിൽ അരിയിടാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു വളരെ ദരിദ്രമായ ഒരു പശ്ചാത്തലമുള്ള ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ ഈ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് കഴിക്കാനുള്ള ആഹാരം കൊടുക്കുക, ഉച്ചക്കഞ്ഞി കൊടുക്കുക എന്ന ഒരു സമ്പ്രദായം. ഇന്ന് നമ്മുടെ സർക്കാരുകൾ ഉച്ചക്കഞ്ഞികൾ കൊടുക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഉച്ചക്കഞ്ഞി എന്ന് പറയുന്ന ഒരു ചിന്ത തന്നെ ഈ വിശുദ്ധ ചാവറ പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു ചിന്തയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഉച്ചക്കഞ്ഞി ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഇവരെ വിദ്യാലയത്തിലിരുത്തി പഠിപ്പിക്കുക എന്ന വലിയൊരു ചിന്ത, മഹത്തായ ചിന്തയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഒരു നവോത്ഥാനം സംഭവിക്കണമെങ്കിൽ ഇവിടെ പ്രിൻറ്റിംഗ് ഉണ്ടാകണം, അത് അച്ചടിച്ച് നമുക്ക് കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റണം. അങ്ങനെ ചിന്തയിലാണ് അദ്ദേഹം ഒരു പ്രസ് സ്ഥാപിക്കുന്നത്. മാന്നാനത്ത് അദ്ദേഹം ആരംഭിച്ച പ്രസ് 1846 തന്നെയാണ്
ഇവിടെ പ്രസ് തുടങ്ങുന്നത്. അന്നത്തെ കാലത്ത് ഒരു പ്രസ് ഉണ്ടാക്കുക, ആ പ്രസ് ഒന്ന് കാണുക, അത് ചാവറയച്ചൻ്റെ ഒരു വലിയൊരു നിർബന്ധ ബുദ്ധി തന്നെയായിരുന്നു. അങ്ങനെ അദ്ദേഹം മാന്നാനത്ത് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തുള്ള സർക്കാർ പ്രസ്സിൽ പോയി ആ പ്രസ്സിൻ്റെ മാതൃക കണ്ട് ആ പ്രസ്സിൻ്റെ മാതൃക ഒരു വാഴപ്പിണ്ടിയിൽ ഉണ്ടാക്കിയിട്ട് ഈ വാഴപ്പിണ്ടി പ്രസ് ഒരു ആശാരിയെ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം മാന്നാനത്ത് അച്ചുകൂടം ഉണ്ടാക്കി. അവിടെ നിന്ന് അദ്ദേഹം പുസ്തകങ്ങൾ അച്ചടിച്ചിറക്കി അത് ആളുകൾക്ക് പ്രാർത്ഥിക്കാനും ചിന്തിക്കാനും ഒക്കെ ആയിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തുണ്ടായിരുന്ന ആ വലിയൊരു ചിന്തയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇന്നും നമ്മൾ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുമ്പം ചാവറയച്ചൻ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതുപോലെ ചാവറയച്ചൻ സ്ത്രീകളെ, വിധവകളെ അവരെ ഉദ്ധരിക്കാനായിട്ട്, അവർക്ക് വിദ്യാഭ്യാസം നൽകാനായിട്ട്, അവരെ ബോർഡിങ്ങിൽ താമസിപ്പിച്ച് വിദ്യ നൽകാനായിട്ടൊക്കെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ കാലത്തിനപ്പുറത്തേക്കുള്ള ചിന്തയുടെ വലിയൊരു പ്രകടനമാണ്. അതുപോലെ തന്നെ സമൂഹത്തിലുള്ള മുതിർന്ന ആളുകളെ, രോഗികളെ, ഇവരെയൊക്കെ സംരക്ഷിക്കുക, ശുശ്രൂഷിക്കുക, നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഇങ്ങനെ ചാവറയച്ചനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൈവെക്കാത്ത ഒരു മേഖലയും ഇല്ല. പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം എന്നും ഒരു മാതൃകാ പുരുഷൻ തന്നെയായിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹം പ്രവർത്തിച്ചു നടക്കുന്ന ഒരു പുരോഹിതൻ എന്ന് നമ്മൾ പറയുമ്പം ഈ പ്രവർത്തനത്തിനുള്ള ഊർജ്ജമാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഊർജ്ജം ചാവറയച്ചന് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ നിന്നാണ്. ഒരു ദൈവിക മനുഷ്യനായിട്ട് മാന്നാനത്ത് ആ ദേവാലയത്തിൽ ഈശോയുടെ സന്നിധിയിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം നേടിയെടുത്ത അനുഭവമാണ് ചാവറയച്ചനെ വിശുദ്ധിയിലേക്ക് നയിച്ചത്. അപ്പോൾ ഈ പ്രാർത്ഥനയും ഈ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വലിയ വിപ്ലവത്തിന് തിരികൊളുക്കാൻ, ഒരു സ്നേഹ വിപ്ലവം, അറിവിൻ്റെ വിപ്ലവം, അക്ഷരത്തിൻ്റെ വിപ്ലവം, ഇതൊക്കെയാണ് ചാവറയച്ചൻ കൊണ്ടുവന്ന വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിപ്ലവങ്ങൾക്ക് തിരികൊടുക്കാൻ വിശുദ്ധ ചാവറപിതാവിന് സാധിച്ചു എന്നുള്ളത് മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായൊരു കാര്യമാണ്. ഈ മാന്നാനം കുന്നിൽ നിന്നാണ് അതിനൊക്കെ തുടക്കം വിശുദ്ധ ചാവറയച്ചൻ കുറിച്ചത് എന്നുള്ളതും വളരെയേറെ നമുക്ക് അഭിമാനത്തോടെ നോക്കി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ പിതാവിനെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുമ്പം, അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പം തീർച്ചയായിട്ടും ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് അഭിമാനത്തോടുകൂടി ഓർക്കാം. നമ്മുടെ ഈ ലോകം മുഴുവൻ കേരളത്തിൻ്റെ പ്രശസ്തി എടുത്തു കാണിക്കാനായിട്ട് കുട്ടനാട്ടിലെ കയനഗിരി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ ജനിച്ച ചാവറപിതാവിന് സാധിച്ചു എന്നുള്ളത് അത് ദൈവനിയോഗമാണ്, ദൈവാനുഗ്രഹമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്ത് തന്നെയാണ് വിശുദ്ധ അൽഫോൻസാമ. ഈ അൽഫോൻസാമ രോഗിണിയായി കിടന്നപ്പോൾ അൽഫോൻസാമയ്ക്ക് പ്രത്യക്ഷപ്പെടുത്തുകൊണ്ട് അൽഫോൻസാമയുടെ രോഗം അൽഫോൻസാമ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ചാവറയച്ചൻ പ്രത്യക്ഷപ്പെട്ട് അൽഫോൻസാമയ്ക്ക് രോഗശാന്തി നൽകിയത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വലിയ വിശുദ്ധിയുടെ തന്നെ ചെങ്ങലക്കണ്ണികൾ തീർത്തുകൊണ്ടാണ് ചാവറയച്ചൻ ജീവിച്ചതും ആ ജീവിതത്തിനപ്പുറത്തേക്ക് ഇന്നും അദ്ദേഹം നമ്മളുടെ കൂടെ ഇടപെടുന്നതും. അപ്പോൾ ഈ ഒരു തിരുനാളും ചാവറയച്ചനെ പറ്റിയുള്ള ചിന്തകളും നമുക്ക് വലിയൊരു പ്രേരണയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് നമ്മുടെ കർമ്മ രംഗങ്ങളിൽ ഏറ്റവും ഡെഡിക്കേറ്റഡായിട്ട് പൂർണ്ണമായ സമർപ്പണ ബോധത്തോടുകൂടി പ്രവർത്തിക്കാനും നമ്മുടെ പ്രാർത്ഥനയിൽ, ആധ്യാത്മിക ജീവിതത്തിൽ ആഴത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാനും ചാവറയച്ചൻ്റെ ഈ മാതൃക തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. എല്ലാവർക്കും വിശുദ്ധ ചാവറപിതാവിൻ്റെ തിരുനാളിൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഞാൻ നേരുകയാണ്. ഒരു പുതിയ വർഷം ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു വർഷമായിട്ട് നമുക്ക് മാറട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ മാന്നാനം ആശ്രമ ദൈവാലയത്തിലെ വിശുദ്ധ ചാവറപിതാവിൻ്റെ തിരുനാളിന് മുടിയൂർക്കര SH ലാബിന് സമീപം പ്രവർത്തിക്കുന്ന മുടിയൂർക്കര പള്ളി കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന നേത്ര സംരക്ഷണ രംഗത്ത് ഏറെ വർഷത്തെ സേവന പാരമ്പര്യമുള്ള പാറക്കൽ ഒപ്റ്റിക്കൽസിൻ്റെ എല്ലാവിധ തിരുനാൾ ആശംസകളും നേരുന്നു. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it.
I got facts over tracks, isn't that? Spitting slow, spitting fast, I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help, I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some modestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No I'm not giving up, no I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through hell, I never got anyone's help, I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. പ്രിയ വിശ്വാസികളെ, നമ്മുടെ മാന്നാനം കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ തിരുനാൾ മഹാമഹത്തിന് എൻ്റെയും ഞങ്ങളുടെ സ്ഥാപനമായ റെലിഗർ ഫിൻമാർട്ട് കോട്ടയം ഓഫീസിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവ ശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന്
അങ്ങേ തൃക്കുമാർ നമ്മൾ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദുഃഖകരമായ രഹസ്യങ്ങളിലൂടെ നാം കടന്നുപോകുന്നു. ചാവറപിതാവ് ഇന്ന് നമ്മളോട് പറയുന്നു, മക്കളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സുസ്ഥി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീതനും കുമാരനീശോ. ചിന്തിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഈ ജപമാലയിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് നമസ്കാരം, എൻ്റെ പേര് സുധീഷ് കുമാർ. ഞാൻ മാന്നാനം കുട്ടിപ്പടി ജംഗ്ഷനിൽ അശ്വിൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് അദ്വൈത ട്രേഡേഴ്സ് എന്നൊരു സ്ഥാപനം നടത്തുന്നു. വിശുദ്ധ ചാവറ കുര്യാക്കോസ് പിതാവിൻ്റെ തിരുനാളിന് എൻ്റെ സ്ഥാപനത്തിൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും എൻ്റെയും ആശംസ അർപ്പിക്കുന്നു. മാന്നാനം വിശുദ്ധ ചാവറ പിതാവിന്റെ തിരുനാളിന് കാന്തിഹാരയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു.
മാന്നാനം വിശുദ്ധ ചാവറ പിതാവിൻ്റെ തിരുനാളിന് നട്ടാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ലൈറ്റ് സ്പോട്ട് സ്ഥാപനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ സിസ്റ്റർ നവ്യ മരിയ CMC ജനറൽ കൗൺസിലറാണ്. ഇന്ന് ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന മാന്നാനത്തേക്കുള്ള യാത്രയിലായിരുന്നു ഞങ്ങളിപ്പോൾ ഇതാ കബറിടത്തിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനുവരി 3 എന്ന് പറയുന്നത് വലിയ അഭിമാനത്തിൻ്റെ ദിവസമാണ്, വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഈ നിൽക്കുന്ന ഞങ്ങളുടെ വിഗർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ പ്രസന്ന, ഇത് ജനറൽ കൗൺസിലേഴ്സ് ഉണ്ട്, പാലാ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ അമ്മയുണ്ട്, പാലാ പ്രൊവിൻസിലെ അംഗങ്ങളുണ്ട്, കൂടാതെ മൗണ്ട് കാർമൽ ജനറലേറ്റിലെ ഞങ്ങളുടെ ജൂനിയർ സിസ്റ്റേഴ്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരു തീർത്ഥയാത്രയായി പിതാവിൻ്റെ കബറിടത്തിങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്ന ഈ മോളെ കാണുക, ഇത് മരിയ റോസാണ്. ചാവറ പിതാവിൻ്റെ വിശുദ്ധ പദ പ്രഖ്യാപനത്തിന് കാരണഭൂതയായ കുട്ടിയാണ് മരിയ. ഒരു സൗഖ്യം മരിയയ്ക്ക് കിട്ടിയ സൗഖ്യമാണ് ഇന്ന് ചാവറ പിതാവ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള കാരണം. മരിയ തൻ്റെ ജീവിതം മുഴുവനും തമ്പുരാന് സമർപ്പിച്ചുകൊണ്ട് CMC പാലാ പ്രോവിൻസിൽ അംഗമായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് മരിയയെ ഓർത്തും ഏറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. CMC സന്യാസിനി സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് തമ്പുരാൻ്റെ ഹിതം നിറവേറ്റി ദൈവജന ശുശ്രൂഷയ്ക്ക് വിശുദ്ധരാകുക, വിശുദ്ധിയിലേക്ക് അനേകരെ വളർത്തുക എന്ന ഞങ്ങളുടെ കാരിസം ജീവിക്കാൻ വേണ്ടിയിട്ട് മരിയ ഞങ്ങളോടൊത്ത് ഈ സന്യാസിനി സമൂഹത്തിലെ അംഗമായി ഇപ്പോൾ പരിശീലനത്തിലാണ്. മരിയയെയും മരിയയുടെ കുടുംബാംഗങ്ങളെയും എല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. അതോടൊപ്പം ഇന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആയിരങ്ങൾ ഇങ്ങനെ ഒഴുകിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇന്നിവിടുത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാൻ വേണ്ടി എത്തിയതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്കേറെ സന്തോഷമുള്ളൊരു ദിവസമാണ്. എല്ലാവർക്കും ചാവറ പിതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നന്ദി. മാന്നാനം ആശ്രമ ദേവാലയത്തിലെ വിശുദ്ധ ചാവറ പിതാവിൻ്റെ തിരുനാളിന് എൻ്റെ എല്ലാവിധ ആശംസകളും. നമസ്കാരം. ചാവറ പിതാവ് വിശുദ്ധ പദവിയിലേക്ക് എത്താൻ കാരണഭൂതയായ ഒരു വ്യക്തി, ആ പെൺകുട്ടിയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മളെ പേരെന്താണ്? മരിയ റോസ്. എന്തായിരുന്നു ആ സംഭവം മോളെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ? എന്താണ് അതിനൊരു കാരണം? ഈശ്വരനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 7ാം മാസത്തിലാണ് ഞാൻ ഉണ്ടായത്. അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായിരുന്നു. കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. 2.5 വയസ്സായപ്പോൾ എൻ്റെ അമ്മ മാന്നാനത്ത് വന്ന് പ്രാർത്ഥിച്ചു, ചാവറപിതാവിനെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നൊവേന വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. അവിടെ 9 ദിവസത്തേക്ക് നൊവേനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 7ാമത്തെ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുരിശ് വെച്ച് കഴിഞ്ഞ് ഈശോയ്ക്കും മാതാവിനും യോസേപ്പിതാവിനും ചാവറപിതാവിനും സ്തുതിയും ഉമ്മയും കൊടുത്ത് ചാച്ചയുടെ നേരെ നോക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നേരെയായിട്ടാണ് ഇരിക്കുന്നത്. ഈശോയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചാവറപിതാവിൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അനുഗ്രഹം കിട്ടിയ ആളാണ്. തീർച്ചയായും. താങ്ക് യു. മാന്നാനത്തെ ആശ്രമ ദൈവാലയത്തിലെ വിശുദ്ധിയുടെ മാലാഖമാർക്ക് ഒപ്പമാണ് ഞാനുള്ളത്. സിസ്റ്റർ നമസ്കാരം. പേരെന്താണ്?
എൻ്റെ പേര് ശ്രീ സിജി തെരേസ്. ശരി. അതായത് ഈ സന്യാസ സമൂഹത്തിന് വേണ്ടി ചാവറ പിതാവ് എന്തൊക്കെ കാര്യം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയാണ്? ചാവറ പിതാവ് ഞങ്ങളുടെ പിതാവാണ്, പിന്നെ വലിയൊരു മധ്യസ്ഥനാണ്. കൂടാതെ ചാവറ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ കുടുംബങ്ങളുടെ വലിയ മധ്യസ്ഥനായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. വ്യക്തിപരമായി പല കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്കും ചാവറ പിതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷമായിട്ട് അനുഗ്രഹങ്ങൾ കിട്ടുന്നതായിട്ട് എനിക്ക് അനുഭവമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ചാവറുകളൊക്കെ അന്ന് എഴുതിയ കാര്യങ്ങൾ ഇന്നും ഈ നിമിഷവും കുടുംബങ്ങളിലേക്കൊക്കെ ശരിക്കും പ്രാവർത്തികമാക്കേണ്ടതാണ്. അതെ അതെ. പിന്നെ പ്രത്യേകിച്ചും കുടുംബങ്ങൾ, വഴക്കുള്ള കുടുംബങ്ങളിൽ ചാവറ പിതാവിൻ്റെ മാധ്യസ്ഥം തേടുവാണെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. പലരോടും ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം അവിടെ സമാധാനപരമായ കാര്യങ്ങൾ സൃഷ്ടിച്ചതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ചാവറ പിതാവ് പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അതിന് ഞങ്ങൾക്കൊരു അന്തീനാട് സ്പെഷ്യൽ സ്കൂള് ഉണ്ട്. അവിടുത്തെ പിള്ളേരാണ് ഇവർ ചാവറ പിതാവിൻ്റെ ആ കാര്യസ്ഥത്തോട്, ദൈവത്തിൻ്റെ മക്കള് ചാവറ പിതാവിൻ്റെ കാര്യസ്ഥത്തോട് ചേർന്ന് ഞങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ്. ഇവർ 10-40 പിള്ളേർ സ്കൂളുണ്ട്. ആ സ്കൂൾ 100 പിള്ളേരുണ്ട്. പിന്നെ താമസിക്കുന്ന പിള്ളേരാണ് ഇവിടെ. അവർ വളരെ നന്നായിട്ട് ചാവറ പിതാവിൻ്റെ കാര്യസ്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഇവരെ സംരക്ഷിക്കുന്നു. ഇവർ ഞങ്ങളുടെ വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. മാന്നാനം ആശ്രമ ദേവാലയത്തിലെ വിശുദ്ധ ചാവറ പിതാവിൻ്റെ തിരുനാളിന് മാന്നാനം സെൻറ്റ് സ്റ്റീഫൻസ് റിലീജിയസ് ആർട്ടിക്കിൾസിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും. അന്തിനാട് ചാവറ പിതാവിൻ്റെ നാമധേയത്തിൽ ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പൊതിഞ്ഞ പ്രിയപ്പെട്ട കുരുന്നുകൾ, അവർക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാവരും ചേർന്ന് നല്ലൊരു പാട്ട് പാടൂല്ലേ ചാവറ പിതാവിനെ കുറിച്ച്? ശരി, തുടങ്ങിക്കോളൂ. അഞ്ജലീബദ്ധരായി അണയുന്നു ഞങ്ങൾ ചാവറയച്ച പുണ്യദാത, നന്മകൾ വർഷിച്ചു ധന്യരാക്കിടുക കർമ്മലാരാമത്തിൻ വെൺമലരേ, കർമ്മലാരാമത്തിൻ വെൺമലരേ. മലയാള നാടിൻ ആധ്യാത്മഗീതിയാൽ പുണ്യപീഠമേ
പകർന്നവനേ, മലയാള നാടൻ ആധ്യാത്മഗീതിയാൽ പുണ്യപീയൂഷം പകർന്നവനേ, പുണ്യചൈതന്യത്തിൻ വർണ്ണരേണുക്കളാൽ ഈ ഭൂവിന് നവ്യകാന്തിയേകൂ. അഞ്ജലിബദ്ധരായി അണയുന്നു ഞങ്ങൾ ചാവറയച്ച പുണ്യദാത. നന്മകൾ വർഷിച്ചു ധന്യരാക്കിയിടുക കർമ്മലാരാമത്തിൻ വെൺമലരേ, കർമ്മലാരാമത്തിൻ വെൺമലരേ. അപ്പോൾ എല്ലാവരും മനോഹരമായി പാടി. ചാവറ പിതാവിൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാം ഉണ്ടാവട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ? അപ്പോൾ എല്ലാവർക്കും നന്ദി. കാണാം കേട്ടോ. പ്രഥമ തീർത്ഥാടന കേന്ദ്രമായ മാന്നാനം ആശ്രമ ദേവാലയത്തിലെ വിശുദ്ധ ചാവറ പിതാവിൻ്റെ തിരുനാളിന് എൻഹാൻസ് ബ്യൂട്ടി പാർലർ സ്റ്റിച്ചിങ് സെൻറ്റർ എന്ന എൻ്റെ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ ആശംസകളും. മാന്നാനം പള്ളിയും പരിസരങ്ങളും ഭക്തിസാന്ദ്രമാണ്. ഇതാ ഇവിടെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ അമ്മയെ നമ്മൾ കണ്ടുമുട്ടി. അമ്മേ നമസ്കാരം. എന്താണ് പേര്? മേരി. ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ച നടക്കുകയാണ് അല്ലേ? അതെ. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിൻ്റെ അറിവുകൾ എന്തൊക്കെയാണ് പങ്കുവെക്കാനുള്ളത്? നേർച്ച എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അത് ശരി. അത് എന്തിനു വേണ്ടിയാണ്? എന്താണ് അതിൻ്റെ പിന്നിലെ ഐതിഹ്യങ്ങളിലോ അങ്ങനെ വല്ലതുണ്ടോ? മധ്യസ്ഥൻ്റെ ഒരു പെരുന്നാൾ തീരുമാനിച്ചാണ് നേർച്ച കൊടുക്കുന്നത്. അത് ശരി. എല്ലാ വർഷങ്ങളും അമ്മ ഇവിടെ വരാറുണ്ടോ? ഉണ്ട്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ചാവറ പിതാവ് സാധിച്ചു തരാറുണ്ട്. പ്രാർത്ഥിച്ചാൽ തരും. പ്രാർത്ഥിച്ചാൽ തരും. 2 പിള്ളേരുടെ കല്യാണം കഴിഞ്ഞു. ഇനി ഒരാളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ശരി. ആ ആഗ്രഹം ചാവറ പിതാവ് സാധിച്ചു തരട്ടെ. ശരി. നമ്മുടെ എന്ത് കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും അത് സാധിച്ചു തരുന്ന ഒരു പരിശുദ്ധനാണ് ചാവറ പിതാവ് അല്ലേ? ഒരു വിശ്വാസിയാണ്. എന്താണ് പേര്? സിബിച്ചൻ. എന്താ ചേച്ചിയുടെ പേര്? ദീപ. എന്താണ് ഇവിടുത്തെ ഈ വിശ്വാസത്തെക്കുറിച്ച് പറയാനുള്ളത്? ഞാനിവിടെ ഈ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നും പള്ളിയിൽ ഈ അച്ഛൻ്റെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കുകയും 10ാം ക്ലാസ് എഴുതണ്ടെന്ന് പ്രിൻസിപ്പാളും വാർഡനച്ചനും എല്ലാം പറഞ്ഞാൽ, എന്നിട്ട് ഞാൻ ഈ വിശ്വാസത്തിൽ എഴുതി ഞാൻ ജയിച്ചു പാസ്സായി. ഇവിടെ സ്കൂളിലും എല്ലാം ഭയങ്കര അതിശയമായിരുന്നു. ഇവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷങ്ങളും ഇവിടെ തിരുനാളിൽ വരാറുണ്ട്. ഇപ്പം ഒരു 3-4 വർഷമായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഇല്ലായിരുന്നായിരുന്നു. അപ്പോൾ നമ്മളെ വിളിച്ചാൽ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്ന ആളാണല്ലേ? ഭയങ്കര വിശ്വാസമായിരിക്കും. ശരി. എൻ്റെ പിള്ളേരും ഇവിടെ വരുന്നുണ്ട്. മോളുണ്ട്. അവിടെ അടിമ നിൽക്കാൻ വേണ്ടി.
അപ്പോൾ എന്തായാലും ആ ആഗ്രഹങ്ങളൊക്കെ ഇനിയും സാധിക്കട്ടെ, പിതാവ് സാധിച്ചു തരട്ടെ. മാന്നാനം പള്ളിയിലെ വിശുദ്ധ ചാവറ പിതാവിൻ്റെ പെരുന്നാളിന് മാന്നാനം ജോസ്കോ ഹോളി ലാൻഡിൻ്റെ എല്ലാവിധ ആശംസകളും. മാന്നാനം പള്ളിയിലെ ഏറ്റവും പ്രസിദ്ധമായ പിടിയേരി നേർച്ച, അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് കണ്ണൻ, NBA കാറ്ററിംഗ് സർവീസ് എന്ന് പറയും. ഏറ്റുമാരാണ് സ്ഥലം. ഞാനൊരു 10 വർഷമായിട്ട് ഞാനാണ് ഈ പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് നമ്മളിത് ഒരു 10,000 പേര് മുകളിൽ വരുന്നുണ്ട്. പേരൊക്കെ മുകളിലുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും നമ്മൾ കൊടുക്കാറുണ്ട്. എല്ലാവരും കൊടുക്കാറുണ്ട്, ആരും കഴിക്കാതെ പോകാറില്ല. അത് ചാവറ അച്ഛൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടുന്നു. പിന്നെ ഞാനൊരു 10 വർഷത്തിൽ കൂടുതലായി ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ ഏറ്റവും ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിശ്വാസമാണ് പള്ളിയിലെ അച്ഛനൊക്കെ നമ്മളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മളെ സ്ഥിരമായിട്ട് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, എല്ലാം ഭംഗിയായിട്ട് നടക്കും. എല്ലാം ഭംഗിയായിട്ട് നടക്കും. ചാവറപിതാവിനെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ ഒരു പുണ്യപ്രവൃത്തി, പ്രത്യേകിച്ച് അന്നദാനം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രവൃത്തിയാണ്. അപ്പോൾ അതിൻ്റെ പുണ്യം എല്ലാവരും ഉണ്ടാവട്ടെ, ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെന്ന് പറയുന്നു, ഇപ്പോൾ മനോഹരീയമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ധാരാളം പേര് വന്ന്, പ്രത്യേകിച്ച് ഇവിടെ വന്ന് ഇവർ കഴിക്കുക മാത്രമല്ല രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ഒരു വിവിധ തലമുറയിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെ അതുപോലെ തന്നെ പല മതസ്ഥരായിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് വന്ന് ഈ ഭക്ഷണത്തിന് വേണ്ടി തന്നെ വരുന്ന ഒത്തിരിയേറെ പേര് ഇവിടെ ഉണ്ട്. സംഗമ വേദിയും കൂടെ ഒത്തിരി പേർക്ക് വന്ന് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് കാണാൻ, സ്നേഹം പങ്കുവയ്ക്കാൻ, ഊട്ട് നേർച്ച. നമ്മളിങ്ങനെ ഊട്ടി ഉറപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതാ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണത്. എന്താണ് പറയാനുള്ളത്? ചാവറപിതാവിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച പിടിയേരി നേർച്ച, അത് സ്കൂളിൽ ഉച്ചക്കഞ്ഞി ഭക്ഷണം വരെ കൊടുക്കുന്ന ആ ഒരു പ്രക്രിയ ഇവിടെ ഇത് മാന്നാനം ആശ്രമത്തോടനുബന്ധിച്ച്, ഈ തിരുനാളിനോടനുബന്ധിച്ച് വാഴ്ത്തപ്പെട്ടവനാക്കിയ കാലം മുതൽ തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല. അത് തുടർച്ചയായിട്ട് പോകുന്നു. വരുന്ന ഓരോ വർഷങ്ങളിൽ വരുന്ന പ്രിയോരച്ചന്മാരും വൈസ് പോസ്റ്റ്ലേറ്റർമാരും, ഇപ്പോൾ വൈസ് റെക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് പോസ്റ്റ്ലേറ്റർ വൈസ് പോസ്റ്റ്ലേറ്ററായി, ഇന്നിപ്പോൾ റെക്ടറും വൈസ് റെക്ടറുമായിട്ടാണ് വരുന്നത്. ഏതായാലും ഞങ്ങളൊരു 10 വർഷം മുമ്പ് കണ്ണനെ ഏൽപ്പിച്ച ഈ പ്രസ്ഥാനം വളരെ ഭംഗിയായ രീതിയിൽ ഭംഗിയായിട്ട് പോകുന്നു. ജഗജില്ലന്മാരായ ജോലിക്കാരും അതുപോലെ വോളണ്ടിയേഴ്സ്, ജഗജില്ലന്മാരാണ് ഇവിടുത്തെ വോളണ്ടിയേഴ്സ് എല്ലാം. എൻ്റെ പേര് തോമസ് മാത്യു, നാട്ടിൽ അറിയപ്പെടുന്ന അപ്പി എന്നാണ്. ഞാനിവിടെ എല്ലാ വർഷവും എല്ലാ കാലത്തും ഈ വൈദികരോടൊപ്പം എല്ലാ കാര്യത്തിലും ചെയ്യുന്നുണ്ട്. എനിക്കും ദൈവം ആരോഗ്യം ആയുസുന്നത് പോകുന്നു. ഈ അച്ഛനൊക്കെ നമ്മുടെ കടത്തിലച്ഛനൊക്കെ എന്ന് പറഞ്ഞ ജീവനാണ്. എനിക്കും അതെ, അച്ഛനും അതെ. എത്ര തലമുറയിൽപ്പെട്ട ആളുകളെയാണ് നമുക്ക് മാന്നാനം പള്ളിയിൽ വന്നാൽ കാണാൻ കഴിയുക? എല്ലാ വർഷവും നേർച്ചയ്ക്ക് വരാറുണ്ടോ? എല്ലാ വർഷവും ഇല്ല, ഞാൻ എന്നെ കുമരത്ത ഇട്ടിട്ട് മോടെ എടുക്കലാണ് ഞാനും നിൽക്കുന്നത്. ശരി ചേച്ചി, എല്ലാ വർഷം വരാറുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിക്കും അല്ലേ? എല്ലാ കാര്യം സാധിക്കും. ശരി, നല്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ. ചാവറപിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വല്ലതും പെട്ടെന്ന് അമ്മയ്ക്ക് ഓർമ്മ വരുന്നുണ്ടോ? ചെറുപ്പം നാളെ മുതലുള്ള ഇവിടെ വന്ന് ഞാൻ കൂടുകയും എടുക്കുകയും ചെയ്യും, പോവുകയും ചെയ്യും. അങ്ങനെ ഒത്തിരി പേർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഉണ്ട് അല്ലേ? അതുകൊണ്ടാണല്ലോ വിശുദ്ധനാണ് അല്ലേ? എന്തായാലും നേരത്തെ പങ്കെടുത്ത് സന്തോഷം കേട്ടോ. വീണ്ടും അടുത്ത വർഷം നമുക്ക് കാണാം. നമ്മുടെ സ്വപ്ന ഭവനങ്ങളും ബിൽഡിങ്ങുകളും മറ്റ് കെട്ടിടങ്ങളുമൊക്കെ വാസ്തുശാസ്ത്രപരമായി നിർമ്മിച്ച് അതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ മനോഹരമായി ചെയ്യുന്നതിനും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിന് ഏറെ പ്രശസ്തമായ കൈപ്പുഴയിൽ പ്രവർത്തിക്കുന്ന ആർക്ക് ഡെക്ക് എന്ന സ്ഥാപനം, ചരിത്ര പ്രസിദ്ധമായ മാന്നാനം ആശ്രമ ദേവാലയത്തിലെ തിരുനാളിന് ആർക്ക് ഡെക്ക് കൈപ്പുഴയുടെ മാനേജ്മെൻറ്റിൻ്റെ പേരിലുള്ള ഹൃദ്യമായ തിരുനാൾ ആശംസകൾ നേരുന്നു.
അപ്പോൾ പള്ളിയിലെ ഔദ്യോഗിക 2 കൈക്കാർ നമ്മുടെ പോകുന്നുണ്ട്. എന്താണ് പേര്? റോയ്. രണ്ടുപേരെ പീറ്റർ. ഇപ്പം ഇതിൻ്റെ ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ചുമതല? നമ്മുടെ വിശുദ്ധ ചാവറായച്ചൻ്റെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നേർച്ച ഭക്ഷണമാണ്. പിടിയേരി നേർച്ച എന്ന് പറയും. ഈ നേർച്ച ഭക്ഷണമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ 5000 പേർക്കോളം നേർച്ച ഭക്ഷണം ഇവിടെ. ഏകദേശം 10000 പേർക്ക് അധികം ആളുകളുണ്ട്. എന്താണ് പറയാനുള്ളത് നേർച്ചകളെ കുറിച്ച്? എല്ലാ ദേശത്തു നിന്നും വരുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഔസേപ്പിതാവിൻ്റെയും ഏലിയാസിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. കൂടുതലായിട്ടുള്ള ഇവിടെയുള്ളവർക്ക് അനുഗ്രഹം, ഏലിയാസിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയും ഈ വിശുദ്ധമായി പിടിയേരി നേർച്ചയായിരുന്നത്. അത് എല്ലാ ജനങ്ങളും മതജാതി ഭേദമന്യേ ഇവിടെ വന്ന് വിശുദ്ധമായി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിനെ ഏറ്റവും കൂടുതൽ ഭക്തിസാന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു പരിപാടിയാണ്. ഒത്തിരി ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതെ. അപ്പോൾ എന്തായാലും നിങ്ങൾ തിരക്കണികളിൽ ഞങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. ഓക്കെ. എൻ്റെ പേര് തോമസ് CM. ഞാൻ മാന്നാനം ഇടവക ഒരു മെമ്പറാണ്. മാന്നാനത്തിൽ ചാവറച്ചനെ കുറിച്ച് പറയുമ്പോൾ ചാവറച്ചൻ ഇവിടെ വരുന്നതും അദ്ദേഹം ഇവിടെ ഉള്ള സാധാരണക്കാരെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും ഇവിടെ മാന്നാനത്തിൽ പള്ളി പണിയുന്നതും എല്ലാം ഒരു പ്ലാൻ വന്നത്. ആ പ്ലാനിൽ ഇപ്പം പള്ളിയെല്ലാം പണിത് കഴിഞ്ഞു. ഇവിടുത്തെ സാധാരണക്കാർ ജനങ്ങളെ എല്ലാം കൂട്ടി നിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു ദേവാലയം മാന്നാനത്ത് പണിയുകയും അന്ന് മുതലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നു പോരുന്നു. ഈ ആണ്ട് ഇവിടെ പിടിയേരി നേർച്ച എന്ന് പറഞ്ഞാൽ ചാവറച്ചൻ്റെ അതൊരു സംഭാവനയായിരുന്നു. ആ സംഭാവന ഇവിടെ നടപ്പാക്കുകയും അത് ആണ്ടുതോറും ഇതേ രീതിയിൽ ഇതുപോലെ തന്നെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തന്നെ അത് നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം ചാവറപ്പിതാവ് ഇവിടെ എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിൽ ആണെങ്കിൽ പോലും നല്ലൊരു കാഴ്ച വെച്ച് ഒരു നേതാവായിരുന്നു എന്ന് തന്നെ പറയാം. കൈനകരിയിൽ ജനിച്ചെങ്കിലും മാന്നാനത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതകാലം മുഴുവനും മാന്നാനം കുന്നിലായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ വസ്തുതയാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാ വർഷവും ഈ നേർച്ചയിൽ പങ്കെടുക്കാൻ തീർച്ചയായിട്ടും. എന്താണ് പേരെന്താണ്? എൻ്റെ ഒരു ആർപ്പുകര തങ്കച്ചൻ. ഞാൻ പൊതുപ്രവർത്തനം മാത്രമല്ല, ഈ മാന്നാനമായിട്ട് ചാവറയച്ചൻ സെൻറ്ററുമായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ആളാണ്. ശരി. ഈ ചാവറയച്ചൻ വിശുദ്ധനായതിനു ശേഷം ഞങ്ങളെല്ലാവരുടെ കൂടിയുള്ളൊരു പുതിയ പദ്ധതി തുടങ്ങിയതാണ്. നമ്മുടെ പഴയ പിടിയേരി നേർച്ച ഇവിടുത്തെ പ്രയോജനമായിട്ട് ആലോചിച്ച് ഇത് തുടങ്ങി. ഉച്ചക്കഞ്ഞി പോലെ അത് നമ്മൾ ഒരു വലിയ സംഭവമാണല്ലോ, അത് ചരിത്ര സംഭവമല്ലേ. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ നേർച്ച ഇപ്പം വലിയ സംഭവമായി തീർന്നിരിക്കുക. ആയിരക്കണക്കിന് ആൾക്കാരിലെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ നേർച്ചയിൽ പങ്കെടുക്കുന്നത്. എല്ലാ വർഷമുള്ള പ്രിയോറിസ്റ്റർമാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ മാന്നാനത്തെ പ്രിയോറിസ്റ്റിനെ പ്രത്യേകം അഭിനന്ദിക്കുക. ഈ നാടിന് വേണ്ടി എല്ലാ ആളുകളും വന്ന് ഇവിടെ എല്ലാ മത്സരവും ശരി. അത് ഈ പൂർവാദ്യം ഭംഗിയാടി നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഈ വർഷം കൈകാര്യം ചെയ്യുന്ന കണ്ണൻ പരിചയപ്പെട്ട കണ്ണൻ ചേട്ടൻ വലിയ സംഭവമാണ്. അയാൾ നേർച്ച ഒരു ദൈവ നിയോഗമായിട്ടാണ് പുള്ളി കാണുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇത് നമ്മുടെ എല്ലാവർക്കും ചാവറച്ചൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ചാനലിനും ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സന്തോഷം. തീർത്ഥാടന കേന്ദ്രമായ മാന്നാനം ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറപിതാവിൻ്റെ തിരുനാളിന് രാജൻസ് ബൈൻഡിംഗ് ഇൻഡസ്ട്രീസിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു.
പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാന്നാനം ആശ്രമ ദൈവാലയത്തിലെ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിതാവിൻ്റെ തിരുനാൾ ആഘോഷങ്ങൾ നടക്കുകയാണ്. ഈ ആഘോഷങ്ങൾക്ക് മാന്നാനം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ ചെമ്പരത്തിയുടെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ തിരുനാൾ ആശംസകൾ നേരുന്നു. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാന്നാനം ദൈവാലയ ആശ്രമത്തിലെ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് പിതാവിൻ്റെ തിരുനാളാഘോഷമാണ്. ഈ ആഘോഷങ്ങൾക്ക് മാന്നാനം മറ്റപ്പള്ളി ജംഗ്ഷനിലെ വില്ലൂന്നി റോഡിൽ പ്രവർത്തിക്കുന്ന ബ്ലൂ ലൈൻ ഡിസൈൻ ആൻഡ് പ്രിൻറ്റിങ്ങിൻ്റെ സ്റ്റാഫിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പേരിലുള്ള എല്ലാവിധ തിരുനാൾ ആശംസകളും ഹാർദമായി ആശംസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നോട് ഒന്നാകും വരെ നീ ഞങ്ങളിൽ നിന്നും അകലരുതേ. വിശുദ്ധ ചാവറപിതാവിൻ്റെ വാക്കുകൾ ഈ കാലഘട്ടത്തിൽ എത്ര അന്വർത്ഥമാണ്. ചരിത്രപ്രസിദ്ധമായ മാന്നാനം ആശ്രമ ദൈവാലയത്തിലെ വിശുദ്ധ ചാവറപിതാവിൻ്റെ തിരുനാളിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ലൈവ് ടിയുടെ ഇൻ്റർമീഡിയറ്റ് ടീം ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചത്. ഏവർക്കും ചാവറപിതാവിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി.